Good morning. Yes, good morning. വിഷ്ണു രാവിലെ എത്തി. ഒന്ന് കാണണമെന്ന് തോന്നി. സുഖം തന്നെയല്ലേ? ഒന്ന് രണ്ട് പേരെ കൂടെ കാണാനുണ്ട്. കേട്ടെ, കാണാം. യെസ്, SP രാജശേഖരൻ. സസ്പെൻഷൻ ആണെന്ന് കൂടി പറയടോ. തൊപ്പിയില്ലാത്ത തന്റെ ഒരു SP. ആ, താൻ ചിരിച്ചോ? അറിഞ്ഞോ? അവൻ വന്നിട്ടുണ്ട്. ആര്? വിഷ്ണു. ഗുഡ് ഈവനിങ് സർ. എന്നെ മറന്നിട്ടില്ലല്ലോ? മറക്കില്ലെന്ന് എനിക്കറിയാം. സസ്പെൻഷനിലാണെന്ന് അറിഞ്ഞു. ഡോക്ടറെ കണ്ടു. അപ്പോ സാറിനെ കൂടി ഒന്ന് കാണണമെന്ന് തോന്നി. വരട്ടെ, കാണാം. മീര, ആരാ മോളെ? ഞാനാ, വിഷ്ണു. വിഷ്ണു മോനെ. അമ്മ, എന്താ ഇത്? ഇതെന്ത് പറ്റി? ഒക്കെ പറയാം. നീ എവിടെയായിരുന്നു ഇതുവരെ? അനന്തൻ ഇവിടെ ഇല്ലേ? പറയാം. ഇരിക്കെ. അവൻ 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 ജയിലിലാണ്. ജയിലിലോ? എന്തിന്? കൊലക്കുറ്റത്തിന്. അമ്മാവാ, എന്റെ മകൻ ആരെയും കൊന്നില്ല. മന്ത്രിയായിരുന്നപ്പോ പണിക്കർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. കൂട്ടിന് SP-യും ഡോക്ടറും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലായില്ല. അവരുടെ എല്ലാ കളികൾക്കും കൂട്ടുനിന്നവനാണല്ലോ ഞാൻ. എനിക്കിതൊക്കെ സംഭവിക്കണം. വിഷ്ണു, നിന്റെ തിരിച്ചുവരവ് എന്തിനാണെന്ന് എനിക്കറിയാം. അവരോട് എതിരിടാൻ നമുക്കാവില്ല കുഞ്ഞെ. എനിക്കറിയാം. പക്ഷേ ചേച്ചി ഓർക്കുമ്പോ പോയത് പോയി. പ്രതികാരം ചെയ്താൽ അതൊക്കെ തിരിച്ചു കിട്ടുമോ? ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും വേണ്ട വിഷ്ണു. നീയെങ്കിലും ഞങ്ങൾക്കൊരു തുണിയുണ്ടാകണം. ഇനിയൊന്നും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല മോനെ.
ഓസപ്പനെന്ന് കോളാണല്ലോ. ഓസപ്പൻ നിന്റെ അപ്പൻ? എന്റെ അപ്പൻ ആരെ ഓസിട്ടൊന്നുമില്ല. നിന്റെ ഏതപ്പനടാ? ഒരുപാടപ്പന്മാരുള്ളപ്പോ ആരെ ചൂണ്ടി കാണിക്കും? അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് നിന്റെ അങ്കാവടി ഞാൻ തെറ്റിക്കും. പിന്നെ അല്ലയോന്ന് അങ്കാവടി വെറുതെ നടക്കുമല്ലയോ നിനക്കൊക്കെ തെറ്റിപ്പിക്കാൻ. എടാ പട്ടി, എന്റെ ഈ കുപ്പിയായിരിക്കുന്നേ കുത്തി നിന്റെ ലാറ്റക്സ് നടക്കും. ലാസറേ അവൻ പോയോ? എടാ പട്ടിക്കടോളാവേ, എടുക്കും ഇല്ലേ? എന്റെ പേര് ഓസപ്പനല്ല, അല്ല ദാസപ്പനല്ല. പോട്ട് ദാസം ചേട്ടാ, അവ ഒരു പാവല്ലേ? വാസു, വിഷ്ണു, നീ ഇവിടെ പറയാം. വാ. നീ മീരയെ കാണാൻ പോയിരുന്നു. അനന്തനും ഞാനും കണ്ടുമുട്ടുമ്പോഴൊക്കെ നിന്നെക്കുറിച്ച് പറയുമായിരുന്നു. മായയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തപ്പോൾ പൊട്ടിത്തെറിച്ചത് അനന്തം മാത്രമായിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, മീരയെ നീ വിവാഹം കഴിക്കണം. അവർക്ക് ആശ്വാസം ഇനി നീ മാത്രമാണ്. അനന്തിനെ കുറിച്ച് നമുക്കൊന്നും തീർത്തു പറയാനാവില്ല. പുറത്തു വന്നാൽ അവനെ തടയാൻ നിനക്കോ എനിക്കോ കഴിഞ്ഞെന്നും വരില്ല. നിന്റെ വേദനകൾ മനസ്സിലാകാതെയല്ല ഞാൻ സംസാരിച്ചത്. പക്ഷേ നമുക്കതിനെ കഴിയും. കളിച്ചു വളർന്ന വീട്, മുത്തശ്ശി, അമ്മ, ഒരിക്കലും മായാത്ത പുഞ്ചിരിയുമായി മായച്ചേച്ചി, എന്റെ മായച്ചേച്ചി. വിഷ്ണു, വിഷ്ണു, എണീക്ക്, ഒന്ന് എണീക്കാൻ. എണീക്കണം അങ്ങോട്ട്, നിനക്ക് കോളേജിൽ പോണ്ടേ? മുടിഞ്ഞ ഒരു ഉറക്കം. ഇടേ എണീക്കാൻ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരമായി. എണീക്കണം അങ്ങോട്ട്. എണീക്കാനല്ലേ പറഞ്ഞത്? എണീക്കണം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എണീക്കണം അങ്ങോട്ട്. ഉറങ്ങാനും സമ്മതിക്കാല. എന്നാ ചേച്ചി പോക്കോ, ഞാൻ വന്നേക്കാം. Good evening, doctor. Good evening. Why are you so late?
സോറി ഡോക്ടർ, എന്റെ അനുജൻ വിഷ്ണുവിന് എക്സാം ആണ്. ഞാനല്ലാതെ അവന് മറ്റാരും ഇല്ലെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ മായയെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഓൺ മിസ്റ്റർ രാജശേഖരൻ. അയാളെ മായ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ് ഡോക്ടർ. അയ്യോ സാർ, എന്തിനാ കഥ കടച്ചിരിക്കുന്നത്? തുറക്കൂ. കഴിഞ്ഞതെല്ലാം മറന്നൂടെ വിഷ്ണുവേട്ട? കരയാണോ? കരയാനായിരുന്നെങ്കിൽ ഇന്നലെ വരെ എനിക്കതിനെ കഴിയുമായിരുന്നുള്ളൂ. വിങ്ങിപ്പൊട്ടുന്ന മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നത് വിഷ്ണുവേട്ടൻ വന്നതിന് ശേഷമാണ്. പ്രതികാരത്തിനൊന്നും പോണ്ട വിഷ്ണുവേട്ട, യാചനയാണ്. ഇനി ഈ മനസ്സിൽ നഷ്ടങ്ങൾ എഴുതി ചേർക്കാൻ ഇടമില്ല. ഞാൻ ഒന്നും പറയരുത് വിഷ്ണുവേട്ടൻ. അനന്തേട്ടനെ കൂടെ സമാധാനിപ്പിക്കണം, എല്ലാം മറക്കാൻ പറയണം. ഇനിയും കൈവിട്ടു പോയാൽ വിഷ്ണുവിന്റെ വരവിനെ കുറിച്ച് ദാസിന്റെ അഭിപ്രായം എന്താ? അവന്റെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അനന്തന്റെ വരവും പ്രതീക്ഷിച്ചാണ് വിഷ്ണുവിന്റെ കാത്തിരിപ്പെങ്കിലോ? അവൻ പുറത്തു വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. വിഷ്ണുവിനെ ഒതുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വഴി ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ ദേ കുമാരൻ മൂപ്പനും വരുന്നുണ്ടല്ലോ. ഡാഡി, മൂപ്പൻ വന്നിട്ടുണ്ട്. വിളിക്ക്. വരൂ. എന്താടോ, തന്നെ കാണാനില്ലല്ലോ. എന്നാ കാളിപൂജ? നാളെയാണേ. ആ, അപ്പൊ നാളെ രാത്രി അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കാമല്ലോ. എത്തിക്കാമേ. ഇത് ചെവി അറിയാതെ വേണം. എനിക്കിപ്പോ മന്ത്രിപ്പണിയില്ലെന്ന് അറിയാമല്ലോ. മന്ത്രി അല്ലെങ്കിൽ എന്താ,
താൻ വിചാരിച്ചാൽ ഇവിടെ എന്താ നടക്കാത്തത്? അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരെണ്ണാലും ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. ഡാഡി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ എന്നാ തമ്പിക്കോ. തനിക്കൊരു സ്മാള് വേണോ അല്ലേ? നിങ്ങൾ സംസാരിച്ച എല്ലാം ഞാൻ കേട്ടു. അച്ഛനെ പോലെ ആവാനാണോ നിന്റെയും ഒരുക്കം? അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട. മോനെ, ഒരമ്മയുടെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് താങ്ങാനാവില്ല. ഉപദേശിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എനിക്കല്പം സ്വൈരം തരാമോ? ദാരുക നിഗ്രഹ ഘോരക പോലെ ദേവി നീ ഞങ്ങൾക്ക് പൊറുതി തരൂ കരാളരൂപിണി ദുരിത ശമനഹരിണി. പൊറുതി തരൂ കരാളരൂപിണി ദുരിത ശമനഹരിണി. ദാരുക നിഗ്രഹ ഘോരക പോലെ ദേവി നീ ഞങ്ങൾക്ക് പൊറുതി തരൂ കരാളരൂപിണി ദുരിത ശമനഹരിണി. പൊറുതി തരൂ കരാളരൂപിണി ദുരിത ശമനഹരിണി. വരങ്ങൾ തരുവാൻ കൃപയരുളൂ കരുണ വരിക അമ്മേ തായേ. വരങ്ങൾ തരുവാൻ കൃപയരുളൂ കരുണ വരിക അമ്മേ തായേ. അഖിലാണ്ടേശ്വരി മോഹിനി അഖിലാണ്ടേശ്വരി മോഹിനി. വരങ്ങൾ തരുവാൻ കൃപയരുളൂ കരുണ വരിക അമ്മേ തായേ. വരങ്ങൾ തരുവാൻ കൃപയരുളൂ കരുണ വരിക അമ്മേ തായേ. അഖിലാണ്ടേശ്വരി മോഹിനി അഖിലാണ്ടേശ്വരി മോഹിനി. ദാരുക നിഗ്രഹ ഘോരക പോലെ ദേവി നീ ഞങ്ങൾക്ക് പൊറുതി തരൂ കരാളരൂപിണി ദുരിത ശമനഹരിണി. പൊറുതി തരൂ കരാളരൂപിണി ദുരിത ശമനഹരിണി. മേലാരെ അതിരുമല മാളോരെ കതിരുമല വന്നിടു കണ്ടിടു വേഗം വരൂ. ദേവിക്കു മലരു തരു ഭദ്രക്കു മധുരജലം നീതിക്കു പൂജയ്ക്കു വേഗം വരൂ. തിരുചുവടു കാണാൻ മലനട ചവിട്ടി പതിവു പടി പറയരുടെ പഴമയുടെ നടനം. ദേവിയുടെ പാദതരു മോഹമോട് മുത്താം. ദേവിയുടെ പാദതരു മോഹമോട് മുത്താം. ദേവിയുടെ പാദതരു മോഹമോട് മുത്താം. ദേവിയുടെ പാദതരു മോഹമോട് മുത്താം. ചെല്ലപ്പാ, ഓസപ്പനെ എങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഉടക്കണ്ട. വാസു അങ്ങനെ പറഞ്ഞ കുഴപ്പമാ. എന്താന്ന് കുഴപ്പം? വാസു ആര്? പോടാ പോടേ. പിന്നെ ഇന്നലെ ഓസപ്പൻ വാസു എന്ന് വിളിച്ചപ്പോ അന്തം വിട്ട് കയറി ഓടി എന്തിന്? അത് പിന്നെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ പോയി വിളിച്ചോണ്ട് വരാന്ന്. വാസു എന്ന് കേട്ടാ ഇവൻ 7 നിറത്തിലാ എടുക്കുന്നത്.
എന്നാലും ഉടക്കണ്ട, അവനെ നാക്കി നോക്കാം. വരുന്നുണ്ട് വരുന്നുണ്ട്. ഒരു സോഡ തന്നെ. എനിക്കൊരു സോഡ തന്നെ. സോഡ തീർന്നു. നല്ല സോഡ. ഒരു പഴം. എനിക്കൊരു പഴം. നല്ല പഴുത്ത പഴം. എത്രയായി? 2 രൂപ 10 പൈസ. എവരോട് വാങ്ങിച്ചു? ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? പിന്നെ നിങ്ങൾ പഴം തന്നാൽ നിങ്ങളുടെ അപ്പ കാശ് കൊടുക്കും. ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ പോയിട്ട് വാ. ഇതിന്റെ കൂടെ ചേർത്ത് അവരൊക്കെ വാങ്ങിച്ചോ? നീ ഇതിനൊക്കെ കാരണം നിനക്ക് വേണ്ടിയല്ലേടെ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നിന്റെ ഒടുക്കത്തെ എവിടെ പോയി? ആ തെണ്ടിയെ കാണാൻ പോലും നിന്നോട് പറഞ്ഞിട്ടില്ലേ? അനന്തരം നിന്റെ ആരാടി? മോളോട് ചോദിക്കാം. ഇവളെന്തിനാ ജയിലിൽ പോയത്? ഇവള് SP യുടെ മകനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചല്ലേ? നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? താലി കെട്ടുന്നത് എന്റെ ശവശരീരത്തിലായിരിക്കും. അനന്തൻ പുറത്തു വന്നാലും ജീവനോടിരിക്കില്ല. പിന്നെ ഞാനും കാണില്ല. അതാ നല്ലത്. കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ നിന്റെ അച്ഛനും കൂട്ടരും ഉണ്ടല്ലോ. എത്ര കുടുംബങ്ങളാണ് നിങ്ങളൊക്കെ കൂടെ തകർന്നത്. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയാതെ തന്നെ കുറെ അധികം ചെയ്തല്ലേ? നിർത്തടി. കുമാർ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടന്നിരിക്കും. വിഷ്ണു വന്നെന്നുള്ള അഹങ്കാരം എന്നോട് വേണ്ട. എന്നെ ആ പെണ്ണ് പരസ്യമായി ആക്ഷേപിച്ചടാ. പെണ്ണുങ്ങളെ അവമാനിച്ചുള്ള പരിചയം നമുക്കുള്ളൂ. പിന്നെ ഒരു പെണ്ണ് നമ്മളെ അവമാനിക്കാനോ? ആരേത്? നിനക്കറിയില്ലേ? ആ അനന്തന്റെ പെങ്ങള് മീര. എനിക്ക് അവളെ പണ്ടേ ഒരു നോട്ടമുള്ളതാ. നമുക്ക് അവളെ ഒന്ന് പൊക്കാം. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? ഒന്ന് ചുമ്മാ തിരിയടാ. വേണ്ട വിളിയാ. അടി. അതിനുള്ള ഐഡിയ അണ്ണം പറയും.
നാണമില്ലടാ. നിന്റെ സഹോദരിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ? അമ്മയൊന്നും അത്ര കാര്യമാക്കണ്ട. എടാ, ഒരു പെണ്ണിന്റെ വേദന നിനക്കറിയില്ല. ആ അനന്തൻ ജയിലിൽ നിന്ന് വന്നാ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അതപ്പോഴല്ലേ. എളുപ്പം പോയിക്കോ. അമ്മയോ ചെല്ലപ്പനോ കണ്ടാൽ എന്നെ കൊന്നു കളയും. എന്റെ ചെല്ലമ്മേ, വല്ലോരും വല്ലതും പറഞ്ഞാൽ ഇടിച്ചതിന്റെ ഓടാമ്പയും. ഒന്ന് പതുക്കെ. അമ്മ എങ്ങാനും കേട്ടാൽ പിന്നെ ഇവിടെ പൊറുക്കണ്ട. അവര് പൊറുപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ പൊറുപ്പിക്കും. ദാസപ്പമ്പരം ചീപ്പാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ചെല്ലമ്മ, എന്റെ പൊന്നമ്മ, നീ പേടിക്കണ്ട. നിന്നെ വല്ലത്തിലിട്ട് പുല്ലമ്പാറയെ കൊണ്ടുപോവാ. ചെല്ലമ്മ, ഒരു കുപ്പി കൂടി കൊണ്ടുപോവാ. തുള്ളി ഞാൻ തരില്ല. ഓസിനല്ലേ, ഞാൻ നിന്നെ കെട്ടാൻ വേണ്ടിയല്ലേ. കെട്ടും വേണ്ട, പൂട്ടും വേണ്ട. കുറെ നാളുകളായി ഞാനിത് കേട്ടു തുടങ്ങിയിട്ട്. ആരാടി അവിടെ? ആരുമില്ല, പട്ടിയാമ്പേ. നിന്നെ എത്ര ആളായി ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നു, കാണാനില്ലല്ലോ. മറക്കപ്പെടുത്തൊന്ന് ചേച്ചിയോടാണോ എന്നെ തിരക്കുന്നത്? അല്ല, അത് മുറി മാറിപ്പോയതാണ്. നീ എന്റെ മച്ചന്റെ ഒക്കെ തന്നെ. താൻ എവിടെ ഇരിക്കായിരുന്നു? രണ്ടുപേരുടെ ഇവിടെ തന്നെ സൂചിച്ചോ. ഞാൻ വീട്ടിൽ പോയിട്ടാ വരുന്നത്. എന്താണോ കാര്യം? എനിക്കൊരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നില്ല. വെകളി പിടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഒന്നും അറിയില്ല അല്ലേ? വിഷ്ണുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിൽ തീയ. വെറുതെ പരിചയം പുതുക്കാൻ വന്നല്ലവൻ. വിഷ്ണുവിന്റെ ലക്ഷ്യം നമ്മൾ 3 പേരുവാ. എന്നിട്ട് അവനെന്താ ഒന്നും അനങ്ങാത്തത്? അനങ്ങും, അവൻ ഇനി അനങ്ങും. അതിനുള്ള പണി തന്റെ മോൻ വീണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. വിഷ്ണുവിന് കളിക്കാൻ അവസരം കൊടുക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അടിയേറ്റ പാമ്പാവൻ. അതിന്റെ കൂടെ ഇപ്പോൾ സംഭവിച്ചു പോയില്ലേ? തനിക്ക് രക്ഷപ്പെടാൻ പല പഴുതുകളുണ്ട്. ഞങ്ങൾക്കോ വീട്ടിലും ഹോസ്പിറ്റലിലും സമാധാനമായി ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എപ്പോഴാ അവൻ കയറി വരുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. ഈശ്വര, അനന്തനും കൂടി വന്നു കഴിഞ്ഞാൽ വിഷ്ണു വെറുതെ ഇരിക്കില്ല, അത് തീർച്ച. അതിനു മുമ്പെന്ന് പറഞ്ഞിരുന്നാൽ പോരാ. ചെയ്യാനുള്ളത് ഉടൻ ചെയ്യണം. അവൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ തിന്നുന്ന തീയ. എന്റെ സസ്പെൻഷൻ ഒന്ന് കഴിയട്ടെ. സസ്പെൻഷൻ കഴിഞ്ഞ് വരുമ്പോ തൊപ്പി വെക്കാൻ തന്റെ തല കാണില്ല. ഒന്നും മിണ്ടാതിരിക്കണോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി. ഒന്ന് ആലോചിച്ച് നോക്കിയാ നമ്മളിതൊക്കെ അനുഭവിക്കണം. ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ അത്തരത്തിലുള്ളതാണല്ലോ. ആ, ഇനി പരസ്പരം കണ്ടെങ്കിലായി. അല്ലേലും ദാസ് ഒരു പാവമാ. ഇതൊന്നും കാര്യമാക്കണ്ട. അത് പിന്നെ എനിക്കറിയരുതോ? അത് വിട്. മോന്റെ കത്തുണ്ടായിരുന്നു. അവൻ അടുത്ത മാസം വരും. സിന്ധുമോളും അവനും തമ്മിലുള്ള വിവാഹം ഇനി നീട്ടണ്ട. അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ? അല്ല, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. താമ്പാ, നമുക്കൊന്ന് കൂടാ. മീര, മീര, ഞാൻ വന്നത് നിന്റെ വീതം കൂടെ ചെയ്തു തീർക്കാനായിരിക്കും. കുറച്ചു മുമ്പ് മാത്രമാണ് നടന്നൊക്കെ ഞാൻ അറിഞ്ഞത്. ഞങ്ങളെ വിട്ടേക്ക്. വീട്ടിൽ ഞാനും അമ്മ അനുഭവിക്കുന്ന ഒന്നും ആരും അറിയുന്നില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം.
മതി, മനസ്സിലാക്കിയ തന്നെ ധാരാളം. ഇനി വേണ്ട. ആരാ മോളെ അത്? നീ എന്താ ഇവിടെ? എന്തിനാണ് കുട്ടി വെറുതെ പുണ്ണിൽ കുത്തി നോവിക്കുന്നത്? വേണ്ട, പലരും ഓർമ്മിക്കുമ്പോ വേണ്ട. ഒരു വാക്കുകൊണ്ട് പോലും എനിക്ക് ആരെയും വേദനിപ്പിക്കാനാവില്ല. വിഷ്ണു, അനന്തേട്ടൻ എല്ലാം അറിഞ്ഞോ? ഒന്നും അറിയിക്കരുത്. വിഷ്ണുവിനും എന്നോട് വെറുപ്പായിരിക്കും എന്ന് എനിക്കറിയാം. മീരയുടെ വീട്ടിൽ പോയതും വിഷ്ണുവിനോട് സംസാരിക്കുന്നതും ഇപ്പൊ വീട്ടിലറിഞ്ഞിട്ടുണ്ടാവും. എനിക്കിനി ജയിലിൽ പോയി അനന്തേട്ടനെ കാണാൻ കഴിയില്ല. അനന്തേട്ടനെ കാണുമ്പോ പറയണം, കാത്തിരിക്കാൻ തയ്യാറാണെന്ന്, മരിക്കും വരെ. അലങ്കരിച്ചൊന്ന് ഈ സ്ഥലത്തെ വലിയ റൗഡിയാണല്ലേ? എനിക്കാകെ ഭയമാകും. ഓരോന്ന് വരുത്തി തീർക്കാൻ കൂട്ടുകാരുണ്ടാവും. ഭവിഷ്യത്ത് അനുഭവിക്കാൻ അവരാരെങ്കിലും ഉണ്ടാകുമോ? അതിനിവിടെ എന്തോ സംഭവിച്ചു? ചിലതൊക്കെ ഞാൻ കേട്ടു. അതറിഞ്ഞപ്പോ മുതൽ നേറുകയാണ്. ഇനിയെങ്കിലും ദാസേട്ടൻ. നീ ഒന്നും മിണ്ടായിരുന്നു ഉറങ്ങുന്നുണ്ടോ? എന്റെ വിഷമങ്ങൾ ആരോടാണ് ഞാൻ പറയേണ്ടത്? മോള് നാളെ വരും. അവൾ ഇതൊക്കെ അറിഞ്ഞാൽ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഡ്രൈവറാണോ? ഡ്രൈവർ ഡാഡിയും കൊണ്ട് പോയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ വന്നേ. വരൂ, കേറാ. അച്ഛന് തീരെ സുഖമില്ല. എന്നോട് കൂട്ടിക്കൊണ്ടിരാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങോട്ടാ വണ്ടി ഓടിക്കുന്നത്? വഴി തെറ്റിച്ചാ നിങ്ങൾ കാർ ഓടിക്കുന്നത്. എന്നെ എവിടെ കൊണ്ടുപോകുന്നു? നിങ്ങൾ ആരാ? പറയൂ, ആരാ നിങ്ങൾ? പ്ലീസ് ടെൽ മീ, പ്ലീസ്.
എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അല്ലെങ്കിലും ഒരു കാര്യത്തിനും സമയത്തിന് എത്താറില്ലല്ലോ. ട്രെയിൻ വന്ന അരമണിക്കൂർ കഴിഞ്ഞല്ലേ ദാസേട്ടൻ ചെന്നത്? അവൾ വന്നിരുന്നെങ്കിൽ ഇങ്ങ് വരുമായിരുന്നില്ലേ? ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് ബസ്സിലെ മറ്റോ വരുന്നുണ്ടാവും. നീ കിടന്ന് ബഹളം വയ്ക്കാതെ. എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊരു സമാധാനവുമില്ല. നമുക്കൊന്ന് ഊട്ടിയിലേക്ക് ഫോൺ ചെയ്താലോ? ആ ചെയ്യാം. നീ ഒരു ചായ ഉണ്ടോ? ഹലോ, ഡോക്ടർ സാറല്ലേ? ഐ ആം വിഷ്ണു. മോളെ അന്വേഷിക്കായിരിക്കും. ബുദ്ധിമുട്ടണ്ട, അവൾ എൻ്റെ അടുത്തുണ്ട്. വിഷ്ണു, എന്റെ മോള്. എന്താ ആ വിളിക്കൊരു വേദനയുടെ സ്വരം? ഇപ്പൊ നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? വിഷ്ണു, വിഷ്ണു, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ദയവ് ചെയ്ത് എന്റെ മോളെ ഒന്നും ചെയ്യരുത്. പ്ലീസ് വിഷ്ണു, പ്ലീസ്. എടാ പട്ടി, അന്ന് എന്റെ ചേച്ചി ഇതുപോലെ നിന്റെ മുമ്പിൽ യാചിച്ചിരിക്കും. ആ യാചന കേൾക്കാൻ നിനക്ക് മനസ്സുണ്ടായോ? വിഷ്ണു, എന്റെ മോളെ എനിക്ക് വിട്ടു തരണം. വിഷ്ണുവിന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. പ്ലീസ്. തരാവോ? തരാം. എനിക്ക് എന്റെ ചേച്ചിയെ വേണം. ആരാ വിളിച്ചത്? മോളുടെ കാര്യമാണോ? അവൾക്ക് എന്ത് സംഭവിച്ചു? മോളെവിടെ? എന്താ എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. അങ്കിൾ, നിഷ വന്നില്ലെങ്കിൽ ദാസേട്ടാ, എന്താ ഉണ്ടായതെന്ന് പറയൂ ദാസേട്ടാ. വിഷ്ണു, വിഷ്ണു മോളെ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, തന്റെ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. ചെയ്തു വെച്ച വീരഗാഥകൾ എത്ര എണ്ണമാണ് ഞാൻ കേട്ടത്. ഇനിയും താൻ പുതിയത് കുറെ കേൾക്കും. ഏതായാലും ഇനി വേണം ഈ കൈയുടെ തരിപ്പൊന്ന് മാറ്റാൻ. ഡാഡി, നിഷയെ വിഷ്ണു തട്ടിക്കൊണ്ടുപോയി. അങ്ങ് വിലസാമെന്ന് വിചാരിച്ചു. അല്ലടാ പട്ടി, എവിടെയാവൾ? എസ് പി രാജശേഖരൻ. നിഷ വന്നു. ഓക്കെ, നിക്ക. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നിന്റെ ഓരോ എല്ലും ഞാൻ ഇവിടെ കുത്തിച്ചാരി വെക്കും. മോളെ, നീ ഇങ്ങനെ കരയാതെ. മോൾ എങ്ങനെയാ അവന്റെ കയ്യിൽ പെട്ടത്? അവൻ നിന്നെ ഉപദ്രവിച്ചു? മോളെ, ദാസേട്ടാ,
തൊപ്പി തലേ കയറിയതിന്റെ ഉങ്ക. സാരമില്ല, നമ്മളല്പം താമസിച്ചുപോയി. അണ്ണൻ ചുമ്മാ ഇരിക്കണം. അവരോട് പകരം ചോദിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്താ പോരെ? വിഷ്ണു, ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. പിന്നെ കാണാം. ഓ ശരി. അയ്യേ, എന്താ വരിയത്? എന്തിനാ കരയുന്നേ? വിഷ്ണുട്ടാ, പകരം ചോദിക്കാനൊന്നും പോണ്ട. എനിക്ക് ഒരു സമാധാനവും ഇല്ല. അച്ഛനാകെ വിഷമിച്ചിരിക്കാണ്. വിഷ്ണുട്ടനെ കാണണമെന്ന് പറഞ്ഞു. വരാം, മീരപ്പിക്കോളൂ. ഇവിടെ വിഷ്ണുട്ട ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഞാൻ ഒറ്റയ്ക്കല്ലോ, നിങ്ങളൊക്കെ ഇല്ലേ? നേരെ വൈകി പോയിക്കോളൂ. കുമാറേ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ചന്ദ്രൻ ഒരു പാർട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊരു മൂടുമില്ല. നീ അറിഞ്ഞോ, ആ ഊമപ്പെണ്ണ് മരിച്ചു. കളാടാ, ഈ നിസാര കാര്യത്തിന് നീ ഇത്ര വറീഡായല്ലോ. എങ്കിലും നമ്മൾ കാണിച്ച ക്രൂരത അല്പം കടന്നുപോയി. സംഭവിച്ചത് സംഭവിച്ചു. നീ ഇരിക്കില്ല. ഞാനില്ല, നീ വരുന്നെങ്കിൽ വാ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് രാവിലെ കൊല്ലത്ത് ചിന്നക്കട മുക്കിൽ ഒരു സ്വകാര്യ ബസ്സും ഒരു ലോറിയും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി 12 പേർ മരിക്കുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണ്.
ഒരു പ്രത്യേക അറിയിപ്പ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ 3 വർഷമായി ജീവപര്യന്തം കഠിന തടവിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന അനന്തൻ എന്ന പ്രതി ഇന്ന് രാവിലെ 2:23 ജയിൽ ചാടിയിരിക്കുന്നു. പ്രതിയെ പിടികൂടാൻ പോലീസ് തീവ്ര ശ്രമം നടത്തിവരുന്നു. ഡോക്ടർ മോഹൻദാസ്, ഹലോ. അണ്ണാ, ദാസപ്പണ്ണ. അല്ല, മാലയോ? എന്താ ഇവിടെ? നിങ്ങളെ ഇപ്പൊ കാട്ടിലോട്ടൊന്നും കാണാനില്ലല്ലോ. എനിക്ക് വാസുണ്ണനെ ഒന്ന് കാണണം. അതെന്താ? ഞാൻ പറയാം. എപ്പോ? ഇപ്പോ. വാസുണ്ണനെ കണ്ടിട്ട് ഒത്തിരി നാളായി. വാസു ഇപ്പോ വണ്ടിയും കൊണ്ടൊന്നും പോവാറില്ല. അയ്യോ, അപ്പൻ ഇപ്പൊ വരും. ദാസപ്പണ്ണ വയ്ക്കോ? പറയണേ. പറയാം. പറ്റേ? ശരി. ചങ്കൂറ്റം തന്നെ. അവൻ ജയിലിൽ ആടുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇനി കരുതിയിരുന്നു. ആരുടെയൊക്കെ തല എവിടെയൊക്കെ വീഴുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ചെകുത്താനും കടലും നടക്കെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഒരിടത്ത് വിഷ്ണു, മറ്റൊരിടത്ത് അനന്തൻ. എല്ലാരും കൂടെ തലയ്ക്ക് വട്ട് പിടിപ്പിക്കും. മോന്റെ അടുത്ത് പറ. ഒരുത്തുകൂടി ഉണ്ടല്ലോ, മീര. അവളെ കൂടി ഞാൻ കശാപ്പ് ചെയ്യാ. ഒന്നും മിണ്ടാതിരി എന്റെ ദാസേ. വന്നത് വന്നു. ഇനി എന്താ വേണ്ടതെന്ന് ആലോചിക്ക്. ആലോചിക്കാൻ എന്താ ഉള്ളത്? ഈശ്വര, ആരുടെ അടുത്തേക്കാണോ അവൻ ആദ്യം വരുന്നത്? തന്റെ കരുതാക്കൊണ്ടൊന്ന് പറയാതോ. പറയുന്നതാ കുറ്റം. തന്റെ മോൻ കാണിച്ച തെമ്മാടിത്തരത്തിനെ അനുഭവിക്കുന്നത് ഞങ്ങളും കൂടെയാ. ഇത് പറയുന്ന കേട്ടാ തോന്നും താൻ ഇതുവരെ അനാവശ്യം ഒന്നും കാണിച്ചിട്ടില്ലെന്ന്. ഓരോന്ന് എണ്ണി അങ്ങോട്ട് പറയാ. പറഞ്ഞോ. സംസാരിച്ച് പിണങ്ങാനാണ് ഭാവമെങ്കിൽ ഞാനില്ല. ദാസേ, ഒരു കാര്യം പറയാം. ഇതുവരെ നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇനി അങ്ങനെ തന്നെ വേണം. തെറ്റും ശരിയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുമിച്ചാണ്. അത് ഓർമ്മ വേണം. നിങ്ങൾ പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? കാലം മുന്നേ വന്ന് നിൽക്കുമ്പോഴാണ് അയാളെ ഉണ്ടാക്കിയ ചോദ്യം. താനൊന്ന് സമാധാനപ്പെടും. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ഇവിടെ ഇല്ല സാർ. എല്ലായിടത്തും നോക്കിയോ? ഇവിടെങ്ങും ഇല്ല സാർ. അത് നോക്കിയോടോ. നോക്കി സാർ. അവൻ ഇന്നലെ വന്നില്ലേടി? ഇല്ല. ഇന്നലെ നീ അവനെ കാണാൻ പോയിരുന്നോ? വായി തുറന്നു പറയടി. അവൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. എന്ന് വരുമെന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും ഒന്നിച്ചാത്താക്കും ഞാൻ. ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. അച്ഛാ, ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കാണ്. എന്താ കാര്യം? ഞാൻ നിന്റെ ഡിങ്ങിനെ കണ്ട്. ആരെ? നിന്റെ കാട്ടുമൈന. മാലേ? മാലയോ ചീലയോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ പറ. എനിക്കവളെ ഒന്ന് കാണണം. മാലയെന്ന് കേട്ടപ്പോ അണ്ണം കയറി ചവന്നല്ല.
അച്ഛനറിയാം. വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ചോറ് വിളമ്പുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ എന്നും അനന്തേട്ടനുണ്ടാവും. നീ എന്തിന് ജയിൽ ചാടി ഇങ്ങോട്ട് വന്നു? ഇനിയെങ്കിലും മറ്റുള്ളവരെ സ്വന്തമായി ജീവിക്കാൻ സമ്മതിക്കില്ലേ? അച്ഛാ, ഒന്നുകിൽ നീ ഇവിടെ പോണം, അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ ഇടവരുത്താൻ ഞങ്ങളെ കൊല്ലണം. എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. അറിയില്ലല്ലേ പട്ടി കൂടെ നടന്നിട്ട് കാല് വാരുന്നല്ല. എവിടെ ലക്ഷക്കണക്കിന് രൂപ വാരി എറിഞ്ഞിട്ടാണ് ഞാൻ മന്ത്രിയായത്. അത് നിനക്കറിയാമല്ലോ. ആ പെട്ടി നഷ്ടപ്പെട്ട എന്റെ കസേര എവിടെയാണെന്ന് പറ. ഈശ്വര സാക്ഷിയായിട്ട് ചോദിച്ചാൽ അവൻ സത്യം പറയില്ല. ഞാൻ അവനെ കൊണ്ട് പറയിക്കാം. സത്യം പറയണ, ആ രേഖകൾ എവിടെയാണ്? IPC 302 വകുപ്പ് അനുസരിച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. കാണുന്നതിന് മുൻപ് അനന്തേട്ടനെ അച്ഛൻ അവനെ നമുക്ക് രക്ഷിക്കാനാവില്ല. നമ്മുടെ മുമ്പിൽ വെച്ച് പോലീസുകാർ അവനെ തല്ലി ചതയ്ക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. മോളെ, അവന്റെ മുഖത്ത് അധിക നേരം നോക്കി നിൽക്കാൻ ഈ അച്ഛന് കഴിയില്ല മോളെ. മോനെ,
എന്താ ഡാഡി? വണ്ടി നിർത്തിക്കേ. വാസു എങ്ങോട്ടാ? ഇച്ചിരി കള്ളു കുടിക്കാൻ. നിന്റെ പഴയ സ്വഭാവം ഒന്നും ഇതുവരെ മാറ്റിയില്ലല്ലോടാ. മാറ്റാൻ ഒരുപാടൊന്നും സ്റ്റോക്കില്ലല്ലോ. നീ ഇങ്ങനെ നടന്ന് ജീവിതം എന്തിനാ കളയുന്നേ? നിനക്ക് എന്റെ കൂടെ ഒന്നുകൂടെ? മനസ്സിലായില്ല. ഓ, ഒന്നും അറിയാൻ വയ്യാത്ത പോലെ. അറിയാം. ഗോഡൗണിലെ കഞ്ചാവ് സൂക്ഷിക്കണം. പിന്നെ അവിടെ വരുന്ന പെമ്പിളർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇരുചെവിയേറിയത് അവരെ കൊണ്ട് കളയണം. അല്ലേ? ഒന്ന് പതുക്കെ പറ. അതിന്റെ ഗുണം നിനക്കുണ്ടാവും. ആ ഗുണം എനിക്ക് വേണ്ട. അതിന് വേറെ ആളെ വാസു, നീ ആരോടാ സംസാരിക്കുന്ന ഓർമ്മ വേണം. അറിയാം. 17 ദിവസം പ്രായമുള്ള മന്ത്രിയോട്. ആ കാര്യം ഓർമ്മിച്ചാ മതി. പട്ടിയെന്നും പട്ടിയാ. കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. വാസു, നിന്നേക്കാൾ ചെറ്റയായിരുന്നു ഞാൻ. ചെറ്റത്തല ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഓർമ്മിച്ചു. വണ്ടി നീ എവിടെ പോന്നു? ഹൃദയദളങ്ങളിൽ പനിനീർമഴയായി ഋതുമതി പൂച്ചൂടിവാ. ഹൃദയദളങ്ങളിൽ പനിനീർമഴയായി ഋതുമതി പൂച്ചൂടിവാ. യാമങ്ങൾ പൂക്കും തീരങ്ങൾ തോറും, യാമങ്ങൾ പൂക്കും തീരങ്ങൾ തോറും കനവുകൾ നീ നെയ്തുവാ. ഹൃദയദളങ്ങളിൽ പനിനീർമഴയായി ഋതുമതി പൂച്ചൂടിവാ. മോഹങ്ങൾ മീട്ടുന്ന രാഗങ്ങളും നിമ്മിഴിക്കോണിലെ ദാഹങ്ങളും. മോഹങ്ങൾ മീട്ടുന്ന രാഗങ്ങളും നിമ്മിഴിക്കോണിലെ ദാഹങ്ങളും. ഓമനേ
സ്വപ്ന ശ്രീകോവിലിൽ ഞാൻ നിന്റെ മാതകരാവിൽ നിർവൃതി കേൾക്കും. ഹൃദയദളങ്ങളിൽ പനിനീർ മഴയായി ഋതുമതി പൂച്ചൂടിവാ. യാമങ്ങൾ പൂക്കും തീരങ്ങൾ തോറും, യാമങ്ങൾ പൂക്കും തീരങ്ങൾ തോറും കനവുകൾ നീ നെയ്തുവാ. ഹൃദയദളങ്ങളിൽ പനിനീർ മഴയായി ഋതുമതി പൂച്ചൂടിവാ. പൂന്തന്നൽ പാടുന്ന തീരങ്ങളും പൂമല തൻ സ്വപ്നഗീതങ്ങളും. പൂന്തന്നൽ പാടുന്ന തീരങ്ങളും പൂമല തൻ സ്വപ്നഗീതങ്ങളും. ഗാനമായി നിൻ മലർശയ്യയിൽ ഞാൻ നിന്റെ പൂന്തേൻ ചൊടിയിൽ പൂക്കളുതിർക്കും. ഹൃദയദളങ്ങളിൽ പനിനീർ മഴയായി ഋതുമതി പൂച്ചൂടിവാ. യാമങ്ങൾ പൂക്കും തീരങ്ങൾ തോറും, യാമങ്ങൾ പൂക്കും തീരങ്ങൾ തോറും കനവുകൾ നീ നെയ്തുവാ. ഹൃദയദളങ്ങളിൽ പനിനീർ മഴയായി ഋതുമതി പൂച്ചൂടിവാ. ഒന്നുമില്ല, എന്തോ താഴെ വീണു. പൂച്ച മറിച്ചിട്ടതായിരിക്കും. ആകെ പേടിപ്പിച്ചതല്ലേ. മനുഷ്യനെ പേടിപ്പിക്കാതെ അമ്മ പോയി കിടന്നുറങ്ങ്. മോള് പോയി കിടന്നുറങ്ങ. നീ വാ. പൂച്ചയല്ലായിരുന്നു ഞാൻ കണ്ടത്. പിന്നെ അനന്തനെ. സത്യമാണോ നീ പറഞ്ഞേ? സത്യം മറന്നവർക്ക് എല്ലാം കള്ളമായിട്ട് തോന്നും. കുടുംബം തകർത്തവനോട് പകരം ചോദിക്കാൻ അവൻ വന്നാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ? മഹേശ്വരി, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന രാഘവേട്ടനോട് കാണിച്ച ക്രൂരതകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവരൊഴിക്കിയ കണ്ണീരിന്റെ ചൂടുകൊണ്ട് ഈ കുടുംബം നശിക്കും. ഞാൻ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തന്നെ തീരണം. എത്ര പേരുടെ ശാപങ്ങൾ. അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സർ സർ യെസ് സർ. ഇത് 7ാമത്തെ തവണയാണ് IG വിളിക്കുന്നത്. സമാധാനം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. അനന്തൻ ജയിൽ ചാടിയിട്ട് ഇന്നേക്ക് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവൻ എവിടെ ഉണ്ടെന്ന് പോലും അന്വേഷിച്ച് കണ്ടെത്താൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ. അന്ന് മുതൽ ഞാൻ ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഇനി അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വന്നാൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേടാണ്. സർ, ഇതെന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് സർ. ഇനിയും ഈ കാര്യത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. യു ക്യാൻ ഗോ. എന്താ എന്തു പറ്റി? കാര്യം പറ. എന്താ? വാസുവിനെ പണിക്കരുടെ ആൾക്കാർ കൊണ്ടുപോയി. എന്തിന്? എനിക്കറിയില്ല. ഇന്ന് 4-5 ആകുന്നു വാസുവിനെ കാണാതായിട്ട്.
ദാസ് ഒന്നും ക്ഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. വാസു, 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 വാസു. വാസു, നീ ഇവിടെ? ഡോക്ടർ വാസു, പനിക്ക് പനിക്ക്. വാസു, നമുക്ക് ഇവിടുന്ന് പോകാം. ഇല്ല, എനിക്കിനി വാസു, വാസു. എന്നെ ഒരാൾ കൊല്ലാൻ പറ്റും, രക്ഷിക്കും. വിഷ്ണു, നിന്റെ ലക്ഷ്യം എനിക്കറിയാം. പക്ഷേ നീ ഒരു കൊലയാളിയാകരുത്. എന്റെ വിധിയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ എന്റെ മീരയെ ഏൽപ്പിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അനന്ത,
സമയത്ത് ഇതിലും കാലിന്റെ കളിയാണോ? ഹലോ ഹലോ, അതെ, താൻ എവിടെയായിരുന്നു? എത്ര നേരമായി തന്നെ ഒന്ന് കിട്ടാൻ നോക്കിട്ട്? അടുത്ത നമ്പറോ? അത് എന്നെ കൂടെ ഒന്ന് പറയിക്കണ്ട. തന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വാടും. ആ ശരി, ഞാൻ ഉടനെ വന്നേക്കാം. എനിക്കറിയാം, അതോർത്ത് നീ വിഷമിക്കരുത്. ജയിൽ ചാടണ്ടായിരുന്നു. കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ പുറത്തിറങ്ങായിരുന്നല്ലോ. അതെല്ലാം ഓർത്ത് ക്ഷമയോടെ കഴിഞ്ഞതാ. എന്തെങ്കിലും പുറത്തു വരുമ്പോ മറ്റുള്ളവരും എനിക്ക് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിനാ. ഡോക്ടറെ കൊന്നത് അനന്തേട്ടനാണെന്ന് എല്ലാരും പറയുന്നത്. അനന്തേട്ട വീട്ടിൽ വരുമോ? വരാം. എപ്പോ? രാത്രി. അനന്ത, നീ വളരെ സൂക്ഷിക്കണം. എപ്പോ എവിടെ വെച്ച് വേണമെങ്കിലും നീ പോലീസിനെ വലിയപ്പെടാം. പോകുന്നതിന് മുമ്പ് എനിക്ക് 1-2 കടങ്ങൾ കൂടെ വീട്ടാനുണ്ട്. അത് കഴിയും വരെ ഞാൻ ആരുടെ വലയിലും വീഴില്ല. ചേട്ടാ, ഇനി ഒന്നിനും പോണ്ട. കഴിയുന്നതും വേഗം ചേട്ടൻ ഈ നാട് വിടണം. ഞാൻ നോക്കാം. നീ അകത്ത് പോകാലോ. അകത്ത് പോകാൻ മോനെ. സാരമില്ല. അന്നേരം അങ്ങനെ ബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ അനന്തനെ പോലീസ് പിടിക്കുമായിരുന്നു. അനന്തം വന്ന വിവരം അച്ഛനറിഞ്ഞോ? അനന്തേട്ടൻ പോയ ശേഷം രാത്രി മുഴുവൻ അച്ഛൻ ഒരേ ഇരിപ്പായിരുന്നു.
കൊല്ലും. റീത്തോടെ വായി വെച്ചു. ആ കിട്ടി. പോക്കറ്റ് വെച്ചിരിക്കുക. ഇങ്ങോട്ട് വന്നാൽ കാണിച്ചു വിടാം. എവിടെയെങ്കിലും പോയി തപ്പി നോക്കണം. വരവ് തീരെ പ്രതീക്ഷയില്ലല്ലേ? അനന്തൻ അനന്തൻ നോ നോ എക്സ്ക്യൂസ്. 24 മണിക്കൂറിനകം അവനെ അറസ്റ്റ് ചെയ്തിരിക്കണം, ജീവനോടെയോ അല്ലാതെയോ. ഞാൻ ചെയ്തത് അവരുടെ മകളായി പിറന്നതോ അതോ അനന്തേട്ടനെ സ്നേഹിച്ചതോ? വരില്ലായിരുന്നു, പക്ഷേ മനസ്സ് പിടിവിട്ടു പോകുന്നു. ഒന്ന് കാണാൻ കഴിഞ്ഞില്ല, ഒരു ജന്മം മുഴുവൻ ഓർത്തിരിക്കാൻ. മനസ്സിലേക്ക് വല്ലപ്പോഴും അനന്തേട്ടൻ എറിഞ്ഞു തന്ന ചില ഓർമ്മകളുണ്ട്. സിന്ധു സിന്ധു സിന്ധു